ഈ പള്ളിയും ഇതിൻ്റെ പരിസരം വിശാലമായി കിടക്കുന്ന ഈ സ്ഥലവും കടലൊക്കെ കൂടി കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മാണിക്കലെ ലത്തീഫ് എൽകെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാണിക്കലെ ഞാൻ പോലെ പാറപ്പള്ളിയിലാണ്. പാറപ്പള്ളി അറിയാത്തവരാരുമില്ല, പോവാത്തവരും ഉണ്ടാവില്ല. പോവാത്തവരുണ്ടെങ്കിൽ പാറപ്പള്ളി പോകണം. പോകുമ്പോൾ തന്നെ അവിടെ ഉച്ചക്കലത്തെ ഒരു ടൈമിനടുത്ത് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശാലമായി വിശ്രമിക്കാനുള്ള സ്ഥലം കൂടിയാണത്. ഒരുപാട് പാറയും നല്ല തണലും വിശാലമായ കടലിൻ്റെ കാറ്റും കൊണ്ടുകൊണ്ട് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. മണിക്കലുള്ള നമ്മളൊക്കെ പാറപ്പള്ളിയിൽ പലവട്ടം പോയുള്ളവരാണല്ലേ, ഒരുപാട് സിയാറത്തും ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ നമ്മൾ അറിയാണ്ട് കിടക്കുന്ന ഒരു മഹാനുണ്ടാണ്. എന്തായാലും ഞാൻ പലവട്ടം പോയിട്ടുണ്ടെങ്കിൽ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മഹാനെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. കാരണം അത് അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽ പെടില്ല. അങ്ങനെയാണ് ആ മഹാനോടെ കിടക്കുന്നത്. പാറപ്പള്ളിയിൽ ഒരിക്കൽ സിയാറത്തിനൊക്കെ പോയി, സിയാറത്തൊക്കെ കഴിഞ്ഞ് ആ കാട്ടിലൂടെ ഇങ്ങനെ നടന്ന് ഒരുപാട് ഖബറുകളും കാണാം, നല്ല കാഴ്ചകളും കണ്ട് ഇങ്ങനെ വരുമ്പോൾ ജിന്മക്കൾ വന്നിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ നല്ലൊരു കിണറുണ്ട് കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ. നമ്മൾ വിചാരിക്കും അതിൽ പുളിവെള്ളമാണ്, പക്ഷെ ആ വെള്ളം കുടിച്ചാൽ മാണിക്കക്കല്ലുകളെ നല്ല തണവും ഒരു തരി ഉപ്പിൻ്റെ അംശം പോലും ഇല്ലാത്ത ഒരു അടിപൊളി വെള്ളം. ആ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ മൂസാക്കാനെ കാണുന്നത്. മൂസാക്കാണ് നമ്മളോട് പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു മഹാനോടെ കിടക്കുന്നുണ്ടെന്നുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഈ ഖബർ എവിടെയാണെന്നുള്ളതും മൂസാക്കാട് അനുഭവം എന്താണെന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താ എൻ്റെ ഒരു മൂസാക്ക പേരാപ്പുറം ഇനി ചരിത്രം പറഞ്ഞോളൂ. ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു. ഈ രണ്ട് പെൺകുട്ടികളായിരിക്കും. രണ്ട് പെൺകുട്ടിക്ക് ഭർത്താവിനെ കിട്ടാണ്ടായപ്പോൾ ഞാൻ വലിയില്ലായി വളരെ മോഹമായി തന്നെ കബറും ചെയ്യാൻ ശേഷം ഞാൻ ജഡ്ജിൽ പള്ളി, അതായത് പയ്യൂർ ജഡ്ജിൽ പള്ളിയിൽ രണ്ട് ഔലിയാക്കന്മാരുടെ കബറുണ്ട്. അതും ചെയ്യാത്ത ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് എന്നോട് ആൾ പറഞ്ഞു ഒരു മുടി വെട്ടുന്ന പാറപ്പള്ളി ചെന്നാൽ ഒരു ഔലിയാൻ്റെ കബർ നാളെ ഞാൻ ചെയ്യാൻ ചെയ്താൽ നിങ്ങളെ മക്കൾക്ക് പിന്നെ തീർച്ചയായിട്ടും ഭർത്താവിനെ കിട്ടുമെന്നാണ്. അങ്ങനെ ഒരു അനുവസനാണ്. അങ്ങനെ ഈ ഔലിയാൻ്റെ കബറിൽ പാറയുടെ ഉള്ളിലാണ്. അങ്ങനെ ഞാൻ ഈ പാറയുടെ ഉള്ള ഔലിയാൻ്റെ കബർ ചെയ്യാൻ പിറ്റേന്ന് എൻ്റെ മക്കൾക്ക് ഒന്നിന് വിജാപ്പുറ വന്നു. വീണ്ടും ഞാൻ ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കോറയിൽ തന്നെ വന്നു. ആ പാറയുടെ ഉള്ളിലിരിക്കുന്ന ഔലിയാൻ്റെ കബറിന് ഉള്ളിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആ കുട്ടിക്കും ഭർത്താവ് പറ്റി. ആ കുട്ടിക്കെല്ലാം മക്കൾ വലുതായി വളർന്നു വലുതായി. ഇപ്പോൾ ആ കുട്ടികൾ കല്യാണം കഴിക്കാനായി. അതിനൊക്കെ ഞാൻ കുറിച്ചു ഇത് അവർ കുട്ടികൾ എൻ്റെ മക്കൾ ആ പാറ അതിനെ പറ്റി കഴിഞ്ഞു. ആ കുട്ടീനെയൊക്കെ ഞാൻ കല്യാണം കഴിക്കട്ടെ. വീട്ടിലെന്താ പരിപാടി? ഞാൻ പച്ചക്കറി പൂള, ചേമ്പ്, അതുപോലെ ചെറിയ പച്ചക്കറി, അതുപോലെ ഇഞ്ചി, പിന്നെ തക്കാളി, വെണ്ട, 1000 വാഴൻ്റെ അടുത്ത് എനിക്കുണ്ട്. അതുകൊണ്ട് വീട് ചെറുവണ്ണൂരാണ്, മേപ്പേൻ്റെ അടുത്ത് ചെറുവണ്ണൂർ. ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ. മണിക്കലെ അപ്പോൾ മൂസാക്കാട് അനുഭവമാണ് ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. അപ്പോൾ ഇതിൽ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അത് അങ്ങനെ തന്നെയല്ലോ, മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ ചിലർ വിശ്വസിക്കും, അല്ലാത്തവർ വിശ്വസിക്കില്ല. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമുക്ക് എന്ത് ചെയ്യാം, മഹാന്റെ ഖബറൊന്ന് കാണാം. സുഹൃത്തുക്കളെ, ഞാനീ പറഞ്ഞ ഖബർ എന്ന് പറയുന്ന ഔലിയാൻ്റെ ഖബർ ഇതാണ്. പക്ഷേ ഖബർ കാണില്ല എങ്കിൽ ഓരോ ഒപ്പാത്തായാലും ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒരു ഔലിയാൻ്റെ ഖബർ ചെയ്യാൻ ചെയ്താൽ ഓൻ്റെ 10 നരകച്ച് ചെല്ലുന്ന അള്ളാഹ് ഒഴിവായി തരുമോ, അള്ളാഹ് ബഹുമാനിച്ചില്ല, നമ്മൾ ബഹുമാനിക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ച ഉസ്താദ്മാർ എന്നോട് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ നിങ്ങളോടും പറയുന്നത് ഔലിയാൻ്റെ ഖബർ ചെയ്യാറില്ല. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മുഴുവൻ പൊറുക്കപ്പെടുക എന്നാൽ ഇത് മാത്രമേ വഴി. അബ്ജാല ഇനി മേലും തുടർന്നും കാണാം.